ആൾക്കൂട്ട കൊലപാതകം അത് നാടിന്റെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്, നിയമലംഘനമാണ്. ഈയടുത്താണ് ബീഹാറിലെ പൂർണിയയിൽ മന്ത്രവാദം നടത്തിയെന്ന് ആരോപിച്ച് ഒരു കുടുംബത്തിലെ 5 പേരെ നാട്ടുകാർ ജീവനോടെ ചുട്ടുകൊന്നത്. നാടിനെ തന്നെ ഞെട്ടിച്ച ഈ സംഭവമാണ് ഇന്ന് കേരള പ്രണാമം പത്രത്തിന്റെ മുഖപ്രസംഗം. 50ഓളം പേരടങ്ങുന്ന സംഘമാണ് കുറ്റകൃത്യം നടത്തിയത്. ഇത് രാജ്യത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക വളർച്ചയെ തന്നെ തടസ്സപ്പെടുത്തുന്നതാണ് എന്ന് മാത്രമല്ല, നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയുമാണ്. ജാതിവിരോധം, ലൈംഗികാതിക്രമം, തീവ്രവാദം, മോഷണം, കിംവദന്തികൾ, രാഷ്ട്രീയം തുടങ്ങി കാരണങ്ങൾ പലതുമാകാം. ഇത് ഇന്ത്യക്ക് തന്നെ നാണക്കേടായി മാറുന്നു. ബീഹാറിലെ സംഭവമാകട്ടെ പ്രദേശത്തെ മരണങ്ങൾക്ക് പുറകിൽ ഈ കുടുംബത്തിന്റെ മന്ത്രവാദമാണെന്ന സംശയമാണ് കാരണം. ഗ്രാമവാസികളാണ് ആക്രമണത്തിന് പുറകിലെന്നാണ് രക്ഷപ്പെട്ട കുട്ടി പോലീസിന് നൽകിയ മൊഴി. ഏത് തരത്തിലുള്ള തെറ്റുകൾക്കുമെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുന്ന ശക്തമായ നിയമവ്യവസ്ഥയുള്ള രാജ്യമാണ് ഇന്ത്യ. നിയമ സംവിധാനം കൂടുതൽ ശക്തമാക്കിയാൽ മാത്രമേ നിയമം കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താനാവൂ. ഇതോടെ പൂർത്തിയാവുന്നു എഡിറ്റോറിയൽ വിചാരം കേരള പ്രണാമം.